ഏതായാലും 2019 ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ്. ആര് പിന്തുണ നൽകുന്നോ ഞങ്ങൾ സ്വീകരിക്കും. മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാലും മാറ്റാതിരിക്കില്ലല്ലോ. അവർ മാറ്റിയെന്ന് അവർ പറയുന്നു. നിങ്ങൾ പിന്നെ മാറ്റില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച ഒരു ഭാഗത്ത് നടന്നിട്ടില്ല. അവരിങ്ങോട്ട് പിന്തുണ നൽകി. അതല്ലാതെ ഒരു ചർച്ചയും അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല. അവരിങ്ങോട്ട് പിന്തുണ തന്നതാണ്. പിന്തുണ തരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. എങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് നിലമ്പൂര് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ. അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ. അത് അൻവറല്ലേ പോയത്, ഞങ്ങൾ പറഞ്ഞയച്ചല്ലോ. ഇല്ല, ഇവിടെയൊന്നും ഒരു കത്രി ഇവിടെ ചിലവാവില്ല. LDFൻ്റെ ചിലപ്പോൾ LDFൻ്റെ പിന്നെ കത്രി അല്ലെങ്കിലും ആ ഭാഗത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആശങ്കയില്ല. പക്ഷെ അതൊന്ന് തുറന്ന് കാണിക്കണമല്ലോ. അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തും. ഏതാ എങ്ങനെ? അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതാണ് പറയാം. പരമ്പരാഗത വോട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടും ഉണ്ട്. ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ, ആ വോട്ടിലൊന്നും ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയും. ഒരാശങ്കയില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. ഇല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഇത്തവണ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ. കത്ത് പുറത്തു വന്നു അങ്ങനെ പല തർക്കങ്ങൾ. അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ കൂടി ആലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം. ആ തീരുമാനം ഐകകണ്ഠ്യേന. അത് ലീഗ് നേരത്തെ തന്നെ പറഞ്ഞു, കോൺഗ്രസ് ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും. ഇങ്ങനെ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്തിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നാണ്. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതുവരെ ഒരവശബ്ദം ഉണ്ടായിട്ടില്ല. അല്ല, അൻവറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ടല്ലല്ലോ. കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ആശയങ്ങൾ സ്വീകരിക്കുകയും അൻവറിനെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായി. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആരാണ് തീരുമാനിക്കേണ്ട ഞങ്ങളല്ലേ. അതിൽ ഞങ്ങൾ ബാഹ്യ ഇടപെടൽ അനുവദിച്ചിട്ടില്ല. അത്രേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും നല്ലപോലെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നോക്കുന്നത് ആ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വികാരം പൂർണ്ണമായും UDFിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം.